നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. CPM-ന്റെ ജനപ്രതിനിധിയായിരുന്ന ഐഷ പോറ്റി കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. എന്നാൽ 2021 കോൺഗ്രസിന് വേണ്ടി അവിടെ മത്സരിക്കാൻ ഇറങ്ങി നിലവിലെ ധനകാര്യമന്ത്രിയായ KN ബാലഗോപാലിനോട് കടുത്ത മത്സരം കാഴ്ചവെച്ച രശ്മി അവർ ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നു. എന്ന് പറഞ്ഞാൽ BJP-യുടെ വോട്ടും കോൺഗ്രസ് വോട്ടും ഒക്കെ തന്നെ സ്പ്ലിറ്റായി പോകുന്നൊരവസ്ഥ കൊട്ടാരക്കര മണ്ഡലത്തിൽ ശരിക്കും എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? അല്ല, ഈ വിഷയത്തിൽ നമുക്ക് കൊട്ടാരക്കരയിൽ എന്ത് സംഭവിക്കും എന്നതും അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ പാർട്ടിക്കും വേണ്ടാത്ത ആളുകളെ വേറെ പാർട്ടികൾ അവരുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോൺഗ്രസ് ഉപേക്ഷിക്കുന്നവരെ CPM എടുക്കുന്നു, CPM ഉപേക്ഷിക്കുന്നവരെ കോൺഗ്രസ് എടുക്കുന്നു, കോൺഗ്രസും CPM-ഉം ഉപേക്ഷിക്കുന്നവരെ BJP എടുക്കുന്നു. എല്ലാവർക്കും വേണ്ടത് പുറത്ത് കളയുന്ന ആൾക്കാരെയാണ്. അങ്ങനെ നമ്മളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അക്രി പെറുക്കുന്നവരുടെ ഒരു രാഷ്ട്രീയമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിലേക്ക് വന്നാൽ അതിൻ്റെ സവിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ BJP-യിൽ അംഗത്വമെടുത്ത രശ്മി, മഹിളാ കോൺഗ്രസ് നേതാവ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 98 സീറ്റ് നേടി, 99 സീറ്റ് നേടി അധികാരത്തിലെത്തിയ ഇടതുപക്ഷ മുന്നണിയുടെ കൊടുങ്കാറ്റ് പോലെ വീശിയ ആ തെരഞ്ഞെടുപ്പിൽ പോലും ബാലഗോപാൽ എന്ന് പറയുന്നവരുടെ ഇപ്പോഴത്തെ മന്ത്രിയെ തളച്ച ഒരു നേതാവായിരുന്നു ഈ രശ്മി എന്ന് പറയുന്നത്. കാരണം 10,000-ലധികം വോട്ടിന് ആ റേഞ്ചിലെ 30,000 40,000 വോട്ടിനൊക്കെ ഐഷ പോറ്റി ജയിച്ചെടുത്ത് ഇയാൾ പരിങ്ങിയാണ് ജയിച്ചതെന്നുള്ളതാണ് പ്രശ്നം. ഇയാളെങ്ങനെ പരുങ്ങലിൽ ജയിപ്പിച്ച ആ സ്ഥാനാർത്ഥി ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. കോൺഗ്രസ് എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ് ഓടി നടന്ന് ഐഷ പോറ്റിയെ പിടിച്ചുകൊണ്ടെന്ന് ഇപ്പുറത്തിരുത്തി കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ഇരുന്ന രശ്മി എന്ന് വെച്ചാൽ അടുക്കള വശത്തെ കൂടി ഇറങ്ങി ഓടി BJP കയറുന്ന കാഴ്ചയാണ്. കോൺഗ്രസ് എന്താ ഒളിച്ചു കളിക്കുന്ന ആൾ? എന്താണ് സ്ഥിതി? അപ്പം ഇങ്ങനെ രാഷ്ട്രീയത്തെ വിട്ടുകൊടുത്തുകൊണ്ടിരുന്ന രാഷ്ട്രീയത്തിന് പ്രസക്തമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര സംവിധാനമോ ആശയ സംവിധാനമോ ആദർശരൂപവും ഇല്ലാതായി തീരും. ഒരുത്തിന് അധികാരം കിട്ടിയില്ല, അവനെന്ത് പറഞ്ഞു, ഞാനില്ല നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് വേറെ പാർട്ടിയിലേക്ക് പോയി. അങ്ങനെ ചെല്ലുന്ന സമയത്ത് പാടാന്ന് പറഞ്ഞ് അമര അതിൻ്റെ അകത്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ ജനങ്ങളെ മുഴുവൻ മരക്കൾ നാണക്കെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. എന്ത് രാഷ്ട്രീയമാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, മാഷ് മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ വെളിയിലുള്ള മാധ്യമങ്ങളും അല്ലെങ്കിൽ VD സതീശനും ഒക്കെ വലിയ കാര്യത്തിൽ പറയുമ്പോൾ യഥാർത്ഥത്തിലൊരു കാര്യമുണ്ട്. ഈ 10-30 സീറ്റ് 97 സീറ്റ് മത്സരിക്കുമ്പോൾ 22 സീറ്റിലാണ് കോൺഗ്രസ് 22 സീറ്റിലാണ് കോൺഗ്രസ് ജയിച്ചേക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരണമെങ്കിൽ തന്നെ 10-35 സീറ്റ് വേണം. അതിനകത്ത് ഫില്ലായി നിൽക്കുക ആരുടെ? മുസ്ലിം ലീഗിൻ്റെ. അവർക്ക് കൂടി വന്ന 2-3 സീറ്റിനകത്തൂടെ കൊടുക്കാനും പറ്റത്തുള്ളൂ, അവിടുന്ന് ജയിക്കത്തുള്ളൂ. പിന്നെ അവർക്ക് ആകെയുള്ള ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ ആരാ? ഈ ജോസഫ് നമുക്കറിയാമല്ലോ. പിന്നെ 1-2 എണ്ണം അവിടെ, ഒന്ന് ജേക്കബിൻ്റെ മകൻ ജയിക്കും, മറ്റൊരു. അപ്പം ഇതിനകത്ത് നിന്ന് കോൺഗ്രസിനകത്താണ് MLA-മാർ ഉണ്ടാവേണ്ടത്. കോൺഗ്രസിനകത്ത് MLA-മാർ ഉണ്ടാവണമെങ്കിൽ ഈ കനകവേലുവിൻ്റെ സർവേ അനുസരിച്ച് പറയുമ്പം വെളിയിൽ നമ്മൾ പറഞ്ഞ് ടൈറ്റാന്ന് പറഞ്ഞെങ്കിൽ യഥാർത്ഥത്തിൽ കനകവേലു പറഞ്ഞേക്കുന്നത് എന്താണെന്ന് അറിയാമോ? കോൺഗ്രസ് അല്ല അധികാരത്തിൽ വരാൻ ഇപ്പോഴും സാധ്യത, CPM ആണ് അധികാരത്തിൽ വരാൻ സാധ്യത. കാരണം അവിടെ ജനകീയ MLA-മാർ മറികടക്കാൻ പാടാണ്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ വെപ്രാളം പിടിച്ചിരിക്കുകയാണ് സതീശന് അറിയാം ഈ പുതിയതായിട്ട് ജയിക്കേണ്ട സീറ്റുകളിൽ ആരെ മത്സരിപ്പിക്കും. അവരുടെ 22 MLA-മാരെന്ന് പറഞ്ഞാൽ അവർ ജനകീയ MLA-മാർ. അതിനപ്പുറം ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളതും ഇറക്കി നിർത്തിയാൽ ജയിക്കുമെന്ന് ഉറപ്പുള്ളതുമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒന്നും കോൺഗ്രസിനകത്തില്ല. കോൺഗ്രസ് വലിയ വലിപ്പത്തിലുള്ള പാർട്ടിയായിരിക്കും. മത്സരിക്കാൻ ആവശ്യം പോലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആവശ്യം പോലെ ആൾ കാണും. പക്ഷേ നിലവിൽ ഈ സ്വാധീനമുള്ളിടത്ത്, അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര സ്ഥാനാർത്ഥിയെ വേണം. സ്ഥാനാർത്ഥിയെ ശരിയാ, ഐഷ പോറ്റിയെ കൊണ്ടുപോയി. കാര്യം ശരി, ഐഷ പോറ്റി അവിടുത്തെ ഈ 10-40,000 വോട്ട് വരെ ജയിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവരെ അവിടെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇപ്പുറത്ത് വന്നേ. കാരണം ഐഷ പോറ്റി 40,000 വോട്ട് ജയിക്കുന്നിടത്ത് ബാലഗോപാൽ തോറ്റുകൊണ്ട അവസ്ഥ ഐഷ പോറ്റി ഇറങ്ങിയില്ലെങ്കിൽ. അത്രയ്ക്ക് ജനത്തിനിടയ്ക്ക് സ്വാധീനമുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറും അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള. അപ്പം ജനകീയമായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ നഷ്ടപ്പെടുകയാണ്. അവരെ നിർത്തി മത്സരിപ്പിക്കാൻ പോലും കോൺഗ്രസിന് ധൈര്യമില്ല. അല്ലെങ്കിൽ അവർ നിന്നാൽ ആ സീറ്റ് വീണ്ടും കിട്ടുമോ എന്ന് ബോധ്യമില്ല. അവർ നിന്നാൽ ഈ പ്രാവശ്യം കിട്ടിയേനെ. അങ്ങനെയാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് വെപ്രാളം പിടിച്ചിരിക്കുക. അതുകൊണ്ട് സാറ് പറഞ്ഞ ആക്രി പറക്കുന്നേ, ആരെ കിട്ടിയാലും പറക്കുക. മലമ്പുഴയിലെ അവസ്ഥ എന്തോ സാറേ?
മലമ്പുഴ കോൺഗ്രസ് ആരെ മത്സരിപ്പിക്കും? നമ്മൾ ഈ പറയുന്ന സുരേഷിനെ അവർ തിരക്കി പോയെന്ന് പറഞ്ഞു. മലമ്പുഴ കോൺഗ്രസ് ആരെ മത്സരിപ്പിച്ച് ജയിക്കത്തില്ല. അവർക്ക് അവരുടെ സ്ഥാനാർത്ഥിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അൻവറിനെ തിരിച്ചു കൊണ്ടിരുന്നു. ഈ പറയുന്ന അൻവറിനെ മത്സരിപ്പിക്കുന്ന എവിടെ? ആരെ മത്സരിപ്പിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നമ്മുടെ പിണറായി വിജയന്റെ മരുമോൻ ആര്? റിയാസിന്റെ ഇവിടെ ആരെ മത്സരിപ്പിച്ചാൽ ജയിക്കും? അപ്പൊ ഈ വിസ്മയമൊന്നുമല്ല, ഗതികേട്. ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പഠനം അനുസരിച്ച് അവിടെ ഈ സ്ത്രീ വന്നാൽ ഇവർക്ക് നല്ല സ്വാധീനമാണ്. BJPക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കും. ഒന്നെങ്കിൽ ഇപ്പൊ അവിടെ മത്സരം പോലും വരാൻ പോകുന്നത് പിയേഴ്സൺ മാഷ് പറഞ്ഞതുപോലെ CPM-ഉം ഈ പറഞ്ഞ BJPയും കൂടെ ആവും. രശ്മി വന്നു കഴിയുമ്പോഴത്തേന് മത്സരം അങ്ങ് മാറുകയാണ്. കാരണം ഈ BJPയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു കാര്യമുണ്ട്. BJPയുടെ ഒരു അവസ്ഥ എന്തോ സാറേ, 36 ഇടത്ത് 40,000 വോട്ടിന് മേളിൽ ഉള്ളടവാ നിൽക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് മണ്ഡലമാണ്. അതിനകത്ത് 2 ഇടം ഒന്നാം സ്ഥാനത്ത് നിൽക്കുക. ഒന്നറിയ നേമവും വട്ടിയൂർക്കാവിലും. ഈ 2 ഇടത്ത് പോലും BJPക്ക് സ്ഥാനാർത്ഥി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ 36 ഇടത്ത് സ്ഥാനാർത്ഥി ഞാൻ ഈ പറഞ്ഞതുപോലെ ജനകീയ മുഖമുള്ള സ്ഥാനാർത്ഥികൾ, 36 ഇടത്ത് ജനകീയ മുഖമുള്ള സ്ഥാനാർത്ഥികളെ, ജനങ്ങൾക്ക് അറിയാവുന്ന സ്ഥാനാർത്ഥികളിൽ താല്പര്യമുള്ള സ്ഥാനാർത്ഥികൾ. നമ്മൾ ജനകീയ മുഖം എന്ന് പറഞ്ഞാൽ എന്തുവാ അറിയുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ വന്ന സ്ഥാനാർത്ഥിയാണ്. എത്ര പറയുമ്പോഴും സ്ഥാനാർത്ഥിയാണ്. സുരേന്ദ്രൻ വന്നാലൊരു സ്ഥാനാർത്ഥിയാണ്. ഇപ്പൊ ചന്ദ്രശേഖരൻ വന്നാലൊരു സ്ഥാനാർത്ഥിയാണ്. ഇങ്ങനെ പറയാനുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണമാണ് ഞാനീ പറഞ്ഞത്. ഒന്നാമത് വരുന്നു, അല്ലെങ്കിൽ അവിടെ വോട്ട് ഇത്ര ഉണ്ട് BJPക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ വേറൊരു ഘടകവും കൂടെ ഉണ്ട്. അവിടെ വരുന്ന സ്ഥാനാർത്ഥി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഏത് പാർട്ടിയുടെ ആണെങ്കിലും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മൾ പറയുമ്പം കോൺഗ്രസിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അത് ഇന്ത്യയിലല്ല, ഇപ്പൊ കേരളത്തിലും ദയനീയമാണ്. ഏറ്റവും അവസാനം നമ്മൾ നോക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റു പലരും എല്ലാവരും പറയുമ്പം ഒരു നേതാവുണ്ട്, പിണറായി വിജയൻ. മനസ്സിലാവുന്നുണ്ടോ? അതിന് തുലനം ചെയ്യുന്ന ഒരു നേതാവ് കോൺഗ്രസിനകത്തുണ്ടോ സാറേ? BJPക്കകത്തുണ്ട്. ഇത് വലിയ പ്രശ്നമാണ്. അത് തന്നെയാണ് സാർ ഈ പറഞ്ഞതുപോലെ. എന്ത് കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തോ കാണിക്കണമെന്ന് അറിയാൻ വയ്യാത്ത, വിസ്മയപ്പെട്ട് മേപ്പോട്ട് നോക്കി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവും കോൺഗ്രസും. അതിന് താഴെ വരുമ്പോൾ BJP. ഇവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊട്ടാരക്കരയിൽ മത്സരം കഴിഞ്ഞാൽ പറയാനൊക്കത്തുള്ളൂ. ഒന്നുകിൽ BJP അല്ലെങ്കിൽ CPM. അവിടെ വേറെ ഇപ്പം വിസ്മയം ഒന്നും നടക്കത്തില്ല. VD സതീശൻ വിസ്മയം നടത്തി. കൊട്ടാരക്കരയിൽ വിസ്മയം ഉണ്ടാക്കാൻ പോകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോ BJPയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു കാര്യം, അതായത് പ്രതിപക്ഷ നേതാവ് ഐഷ പോറ്റിയെ CPM-ൽ നിന്ന് ചാടിച്ച് കോൺഗ്രസിൽ കൊണ്ടുവന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടം. അതേ സമയത്ത് അവരുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രശ്മി കോൺഗ്രസിൽ നിന്ന് ചാടി BJP പോയി. ആര് ചാടിച്ചു? കോൺഗ്രസ്. അതെനിക്കറിയാമ്പോൾ എന്തായാലും അങ്ങനെ കോൺഗ്രസ്സുകാരാണ് ചാടിക്കാൻ. പിന്നെ എങ്ങനെ പ്രതിപക്ഷം അതിനകത്ത് വിജയമായിട്ട് മാറും? പരാജയമില്ല. അത് മാത്രമല്ല, കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്നില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയത്ത് അവരെ ജനങ്ങൾ കൈവിടും, സ്വാഭാവികമാണ്. ഇനി മാത്രമല്ല, ഐഷ പോറ്റി എന്ന് പറഞ്ഞാൽ അവിടെ 3-4 തവണ MLA ആയിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ആ പദവിയിലൊക്കെ ഇരുന്ന് CPM-ന് വേണ്ടിയിട്ട് മത്സരിച്ച് ജയിച്ച ഒരാൾ വീണ്ടും അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും അവർക്ക് വോട്ട് ചെയ്യണമെന്നില്ല. മാത്രമല്ല, BJPയുടെ ഒരു മേഖലയിലാണ് ഈ ഐഷ പോറ്റിയുടെ താമസം. സ്വാഭാവികമായിട്ട് ഐഷ പോറ്റി അവിടെ നിന്ന് കുറച്ച് വോട്ട് പിടിച്ചാൽ ഈ രശ്മിയുടെ വോട്ട് കുറയ്ക്കാൻ പറ്റും. പക്ഷേ രശ്മി കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും ഒരുപോലെ വോട്ട് പിടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ എത്താൻ പോകുന്ന ബാലഗോപാലിന് ഈസി വാക്ക് ഓവർ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു മന്ത്രിക്കെതിരെ പോലും കൃത്യമായ സ്ഥാനാർത്ഥിയെ ഒന്ന് മുന്നിലേക്ക് ഇറക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. BJPയുടെ തന്ത്രം ഒരുപക്ഷെ BJP ചെയ്യുന്ന ക്രമാനുഗതമായി അവരുടെ വോട്ട് വീതം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. BJPക്ക് അവിടെ ഒരു നിശ്ചിത വോട്ടുണ്ടാവും. അതിൻ്റെ കൂടെ രശ്മിയുടെ ഒരു അടിത്തറയിൽ നിന്ന് കുറച്ച് വോട്ടുകളൂടെ സമാഹരിച്ച് അടുത്ത തവണത്തേക്ക് അവരവരുടെ ബേസ് ഉറപ്പിക്കും. ഇവിടെ തോറ്റു പോകുന്നത് ഈ പറയുന്ന VD സതീശൻ്റെ മണ്ഡലത്തിൽ, അല്ലെ VD സതീശനെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഐഷ പോറ്റി തന്നെയല്ലേ അന്നേരം? അല്ല, ഇത് എനിക്ക് തോന്നുന്നതേ വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് തോറ്റു കൊടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ഐഷ പോറ്റിയെ കൊണ്ടുവരുന്നതല്ല, കാരണം CPM-നെ പൊളിക്കാൻ വേണ്ടി അവരെ ചാടിക്കുന്നതല്ല. പക്ഷേ ആ സമയത്ത് ഇപ്പുറത്ത് എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം അവർക്കുണ്ടാവും. അവരെ കൊണ്ടുവന്ന് അവരെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയില്ലായിരുന്നെങ്കിൽ രശ്മി BJPയുടെ സ്ഥാനാർത്ഥിയാവും പോകുമായിരുന്നില്ല. കാരണം ഐഷ പോറ്റിക്ക് തോന്നിയതിനേക്കാൾ കൂടുതൽ പ്രശ്നം രശ്മിക്ക് തോന്നിയിട്ടുണ്ട്. ഐഷ പോറ്റിക്ക് തോന്നിയെന്താണ്, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, വലിയ തരത്തിൽ പാർട്ടിക്ക് സ്വാധീനമുണ്ടാക്കി, എന്നെ പക്ഷേ പാർട്ടി പരിഗണിക്കുന്നില്ല, എന്നോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നു. ഇവരുടെ പരിഭവം പറച്ചിൽ കൊണ്ടാണല്ലോ അവർ ഒരു ദിവസം പോയി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവും.
അവരെന്ത് പറഞ്ഞാലും എന്താണ് CPM-ന് ഒപ്പം നിൽക്കുന്ന അണികൾക്കത് ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ CPM അണികൾക്ക് എന്താണ് കിട്ടുന്നത്? അവർക്കൊന്നും കിട്ടുന്നില്ലല്ലോ. കുറേ നേതാക്കന്മാരിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചാടി കസേര കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അണികൾ പാവങ്ങൾ വെയിലുകൊണ്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇവർക്കൊക്കെ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ഒരു ദിവസം പോയി കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ അവർ വോട്ട് ചെയ്യും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. രശ്മിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് വേണ്ടി ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി ഒരു തരത്തിലും പാർട്ടിക്ക് കുഴപ്പങ്ങളുണ്ടാക്കാതെ പാർട്ടി നയിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ തഴഞ്ഞ് അപ്പുറത്ത് നിന്ന് ഒരു സ്ത്രീയെ ഇപ്പുറത്ത് കൊണ്ടുവന്നു എന്ന് തന്നെയാണ് അവർ കണക്കാക്കുള്ളൂ. അതുകൊണ്ടാണ് അവർ പോയത്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് വിജയിച്ചോ? സിനിജിക്ക് എന്താ തോന്നുന്നത് ഇതിനകത്ത്? അല്ല, അവിടുത്തെ മാത്രം കൊട്ടാരക്കരയിലെ കാര്യം മാത്രം നോക്കി പരിശോധിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? കോൺഗ്രസ് പൂർണ്ണപരാജയം. അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇതിനകത്ത് ഐഷ പോറ്റി എന്ന് പറഞ്ഞ ഒരു അവസരവാദിയാണ്. അതിന് CPM അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, യഥാർത്ഥത്തിൽ എനിക്കറിയാം എൻ്റെ കാര്യം. നമ്മൾ പക്ഷം പറയല്ല. ഐഷ പോറ്റി എന്ന് പറയുന്നവരെ അവിടെ ഐഷ പോറ്റിയെ മത്സരിപ്പിച്ചു. അത് CPM-ന്റെ കണ്ടെത്തൽ നല്ലതായിരുന്നു. CPM-ന് ക്രമാതീതമായിട്ട് അവിടെ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഏറ്റവും അവസാനം ഇവരുടെ ഹസ്ബൻഡിന് ക്യാൻസറായിപ്പോയി, അദ്ദേഹത്തിന് വയ്യാതായി. അവസാനം പാർട്ടിയോട് പറഞ്ഞു എനിക്കിനി അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇവർ ശരിക്കും പറഞ്ഞാൽ ടേൺ ഉണ്ടെങ്കിൽ തന്നെയും അവർ സ്വയമേ പാർട്ടിയെടുത്ത് പറഞ്ഞാണ്. മാത്രമല്ല ഇവരെ ഈ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. കൊല്ലം പോലെ ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മോശം പോസ്റ്റൊന്നുമല്ല. അതുപോലെ ഈ ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹിക്ക് അവരെ പരിഗണിക്കാനൊന്നും ഇരുന്നു സാറേ. അവർ ഉൾവടിഞ്ഞു പോയിട്ട് അവർ ഈ പറഞ്ഞതുപോലെ ഒരു 5 മാറിയിരുന്നപ്പോൾ ഒരുപക്ഷെ അവർക്ക് മന്ത്രിയാവാൻ പറ്റാത്തതിൻ്റെ അതിർത്തി കാണുമായിരിക്കും. നമ്മളുടെ ശ്രീലേഖയുടെ കാര്യം പറഞ്ഞതുപോലെ അതിപ്പം ഇതുപോലൊരു കേഡർ പാർട്ടിക്ക് കത്ത് തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ. അവർക്ക് ആ പ്രാവശ്യം മത്സരിക്കാൻ പറ്റില്ല. പക്ഷെ മത്സരിക്കുന്നില്ല മതിയായി എന്ന് പറഞ്ഞ ഐഷ പോറ്റിയെ CPM കൊല്ലത്ത് കണ്ടതാണ്. അല്ല, CPM കൊല്ലത്ത് ഐഷ പോറ്റിക്ക് പരിഗണന കൊടുത്തില്ല എന്നുള്ള ഒരു കാര്യം അത്ര ശരിയായ കാര്യമല്ല. പക്ഷേ കോൺഗ്രസ് ഈ പറയുന്ന രശ്മിക്ക് പരിഗണന കൊടുത്തില്ല. അവരവിടുത്തെ അതിനുവേണ്ടി പ്രായമില്ലാത്ത സ്ത്രീയാണ്. അവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഈ രശ്മി ആയതുകൊണ്ട്. കാരണം ഐഷ പോറ്റി മാറിക്കഴിഞ്ഞാൽ രശ്മി നിർത്തി അവിടെ ജയിപ്പിക്കാം. അതിനുവേണ്ടിയുള്ള കാര്യം ചെയ്തു. ഒരുപക്ഷെ ബാലഗോപാലിന് വേണ്ടി ഐഷ പോറ്റി ആ പ്രാവശ്യം അവിടെ ഇറങ്ങിയില്ലായിരുന്നു, രശ്മി അവിടെ ജയിച്ചേനെ. ആ രീതിയിലേക്ക് ഉള്ള ഈ പ്രാവശ്യം രശ്മി ബാലഗോപാലും കൂടെ മത്സരിച്ചാൽ ആ സീറ്റ് ഒരുപക്ഷെ രശ്മി കണ്ടത്. അപ്പം കോൺഗ്രസിന് അവിടെ നഷ്ടമേ. കാരണം എന്താ വെച്ചാൽ ഈ ബാലഗോപാലൊന്നും അത്ര പോപ്പുലർ അല്ല, അവിടെ അൺപോപ്പുലർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ബാലഗോപാൽ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുമ്പം ഈ MLA MP എന്ന് പറയുന്ന വേറെ സ്ട്രാറ്റജിയാണ്. ഇവരൊക്കെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ ബാലഗോപാല് സ്വരാജ് എന്നൊക്കെ പറഞ്ഞു. കാരണം ആ പൊളിറ്റിക്സ് അല്ല അവർക്ക്. പാർട്ടിയുടെ നമ്മുടെ ഈ എന്തുവാ താത്വിക അവലോകനവും അല്ലെങ്കിൽ ആ രീതിയിൽ അത് തന്നെ അവർ ആഗ്രഹിക്കുന്നു. അല്ല, ഇവരൊക്കെ അൺപോപ്പുലർ ആണ് ആളുകളുടെ ഇടയ്ക്ക്. കാരണം ജനകീയമായിട്ട് പ്രവർത്തനം നടത്തുന്നതിന് ശേഷി കുറഞ്ഞ ആളുകൾ തന്നെയാണ്. അതെ അതെ. അപ്പൊ ചുരുക്കം പറയുന്നത് ഇത്തവണ കൊട്ടാരക്കര ഞെട്ടിക്കും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.